ധൈര്യത്തിന്റെ ലെവലേശം ഹമീദ് പൈസക്ക് അല്ലെങ്കിൽ ധൈര്യമുള്ള ആളുകൾ കുളിച്ച കുളത്തിലെങ്കിലും കുളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വിശദീകരിക്ക്. ഈ സമുദായത്തിന്റെ പൂർണ്ണ നാശം എന്നതിൽ കുറഞ്ഞ ഒന്നുമായിരുന്നില്ല കാന്തപുരം മുസ്ലിയാരുടെ അജണ്ട എന്നതിന് തത്സമയ സംഭവങ്ങളും പിൽക്കാലത്തെ വ്യാജ മുടിവരെയുള്ള നാടകീയതകളും സാക്ഷ്യമാണ്. കാന്തപുരത്തിനെ പറ്റി എഴുതിയതാ ഈ സമുദായത്തിന്റെ പൂർണ്ണ നാശം. എന്നിട്ട് പറയാ കാന്തപുരം വിഭാഗവും വില എതിർത്തുകണ്. ഓ വലിയ കാര്യമായി പോയി. സമുദായത്തിന്റെ പൂർണ്ണ നാശം മുഖ്യ അജണ്ടയായ കാന്തപുരം എതിർത്തുകണെന്നല്ല. ഇത് സത്യധാരയിൽ നിങ്ങൾ സ്പെഷ്യൽ പതിപ്പിൽ എഴുതി വിട്ടതാ. അത് ഈ സത്യധാരയിൽ എഴുതിയത് എന്ത്? സമുദായത്തിന്റെ പൂർണ്ണ നാശമാണ് കാന്തപുരം വിഭാഗത്തിന്റെ അജണ്ട. എന്നിട്ട് ആ കാന്തപുരം വിഭാഗം വില എതിർത്തുകണ്. ഓ വലിയ കാര്യമായി പോയി. എന്താ താനി ഭ്രാന്ത് നല്ല എന്താ അതിൽ പറയാം. ഇതാപ്പോ വലിയ ഹമീദ് പൈസ വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് കാടിളക്കി പ്രചരണം നടത്തിയിട്ട് ഇതാപ്പോ കരിങ്കോയി മുട്ടട്ട മാതിരിയാ. വലിയ ഒച്ചയും പിള്ളേക്കാരും മുട്ട ചേർത്തേക്കാരും. അപ്പൊ ഈ കോലത്തില് ആയിട്ടൊരു കാര്യമല്ല. ഏത് കാര്യത്തിൽ അങ്ങക്ക് നിലപാടുള്ളത്? ഏതെങ്കിലും കാര്യത്തിൽ നിലപാടുണ്ടോ? ഉണ്ടോ? ഇനിയിപ്പോ കുത്തുബുസ്സമാന്റെ ഒപ്പം കൂടിയാലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. അതിലേറെ വലിയ രൂപമണ്ടുക എന്ന് പറയില്ലേ, കിണറ്റിലെ തവള, അതൊക്കെ നിങ്ങളുടെ നേതൃത്വത്തിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. എന്താ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ മരിച്ചോലെ കുറ്റം പറഞ്ഞു പറയാനൊക്കെ ഉണ്ടോ? അതാ വേറൊരു ആശയം. മരിച്ചുപോയ ആൾക്കാരെ കുറ്റം പറയാണ്. അൽക്കട്ട ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന യമനി സാദാത്തുകളിൽപ്പെട്ട ഡക്കാളിലെ ഉന്നതനായ ശൈഖും സുന്നത്ത് ജമാഅത്തിന്റെ നേതാവും 5 ലക്ഷം മുരീദുമാരും 150ഓളം ഖലീഫമാരും ജീവിതകാലത്ത് തന്നെ ഉണ്ടായിരുന്ന ഉന്നതനായ ത്വരീഖത്തിന്റെ ശൈഖായിരുന്ന സയ്യിദ് മുഹമ്മദ് ബാദ്ഷാ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് എന്താ? ഷിയ ആയിരുന്നു, ഷീഈ ആശയക്കാരനായിരുന്നു. അത് പറ്റില്ലേ? മരിച്ചു അയാൾ നിങ്ങളായ കുറ്റം പറയാൻ പാടില്ല, ഞങ്ങളായ എന്തു പറയാം അല്ലേ? 5 ലക്ഷം മുരീദുമാരും 150ഓളം ഖലീഫമാരും ജീവിതകാലത്തുള്ള ഒരു മഹൽ പ്രസ്ഥാനം. അത് നിങ്ങളുടെ അംഗൻവാടിയുടെ സർട്ടിഫിക്കറ്റ് ഈ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടോ? ആവശ്യമല്ലേ? ഇതിനാണ് ഇന്ത്യയിലൊട്ടാകെ പരന്നു കിടക്കുന്ന പ്രസ്ഥാന മുഹമ്മദ് ബാദ്ഷാ തങ്ങളത് അക്കാലത്ത് തന്നെ. നിങ്ങൾ വലിയ ആൾക്കാർ ആധികാരികം. എന്താ ആധികാരികം? ശൈഖുണ്ടോ അല്ലെന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരോട് ചോദ്യം. പ്രസ്ഥാന ബന്ധുക്കളോടും പുതിയ തലമുറയോടും പറയാനുള്ളത്. പ്രസ്ഥാന ബന്ധുക്കളോടും പുതിയ തലമുറയോടും എന്താ പറയാനുള്ളത്? ഉപദേശം തേടുകയാണ് മൂപ്പര് പ്രസിഡന്റായപ്പോൾ. അപ്പോൾ പറയാം, മഹാന്മാരും കറ കളഞ്ഞവരുമായ ആലിമീങ്ങളാണ് സമസ്തക്ക് അടിത്തറ പാകിയതും നേതൃത്വം നൽകിയതും. മഹാന്മാരും കറ കളഞ്ഞവരുമായ ആലിമീങ്ങളാണ് സമസ്തക്ക് അടിത്തറ പാകിയതും നേതൃത്വം നൽകിയതും. അതുകൊണ്ട് അവരെ വിട്ട് മറ്റുള്ളവരുടെ കൂടെ പോയാൽ രക്ഷ കിട്ടുകയില്ല. അവരെ വിട്ട് മറ്റുള്ളവരെ കൂടെ പോയാൽ രക്ഷ കിട്ടൂല. സമസ്ത വിട്ടിട്ട് വേറെ ആരുടെ കൂടെ പോയാലും രക്ഷ കിട്ടുകയില്ല എന്ന് സത്യസരണിയുടെ ചരിത്ര സാക്ഷ്യം എന്ന് നിങ്ങൾ വലിയൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. 1000 പേജുള്ള. ഇങ്ങോട്ട് ഏറ്റിക്കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിട്ട് കൊണ്ടുവരാമെന്ന ആ സാധനത്തിലുള്ള അഭിമുഖത്തിലുള്ള അത് അതിൻ്റെ 21ാമത്തെ പേജ് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാറുള്ള അഭിമുഖം. അദ്ദേഹം പറയാം, സമസ്തനെ വിട്ട് വേറെ ആരുടെ കൂടെ പോയാലും രക്ഷ കിട്ടൂല. ഇതാണ് വേറെ ആശയം. ആലോചിച്ച് നോക്കി നിങ്ങൾ. സമസ്ത വിട്ട്, ഞാൻ ചോദിക്കട്ടെ, ഈ പ്രസ്താവന വെച്ച് സമസ്ത വിട്ട് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെ പോയാൽ രക്ഷ കിട്ടുമോ? ഹമീദ് ഫൈസി മറുപടി പറയണം. പറയണ്ടേ? സമസ്ത വിട്ട് പോയാൽ രക്ഷ കിട്ടൂല എന്നാ പറഞ്ഞത്. സമസ്ത വിട്ട് കാന്തപുരത്തിന്റെ കൂടെ പോയാൽ രക്ഷ കിട്ടുമോ? മറുപടി പറയും. എല്ലാ പണ്ഡിത സഭകളും എതിർത്തണമെന്നല്ലേ പറഞ്ഞത് അല്ലേ? ആ പണ്ഡിത സഭനൊക്കെ പിടിക്കണം കൂട്ടിക്കോ എന്നാ പറ്റൂലേ? പിന്നെ ഇതിന്റെ പേരെന്താ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. എന്നിട്ട് പറയാ ഈ ഒരു ഇത് വിട്ടിട്ട് വേറെ വഴിയിൽ പോയാൽ എന്താ ഇപ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ എന്താ കാട്ടുക? ഈ സമസ്താരണ പദം തന്നെ എന്താ? പച്ച മലയാള, ഒരു മൗസൂഫില്ലാത്ത സിഫത്ത്.
ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഒഴിവാക്കി വേറൊന്നിൻ്റെ മറ്റുള്ള രാഷ്ട്രങ്ങളിലൂടെ ഇത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പമ്പര വിഡ്ഢിത്തമെന്ന് ഇതിനൊരു അവാർഡ് കൊടുക്കാൻ പറ്റും. അതേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ലോകം എന്ന് പറഞ്ഞാൽ പട്ടിക്കാടും പാണക്കാടും ഒന്ന് മനസ്സിലാക്കിയേ. ലോകം എത്രങ്ങാനുണ്ട് മക്കളെ, എന്താ നിങ്ങൾ വിചാരിച്ചേ? 2 കാട് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എവിടുന്ന് നിങ്ങൾ വരുന്നത്? അതാ കുത്തുബുസമാന. ഇതാദ്യം തിരിച്ചു വാ. ആദ്യം നിങ്ങളുടെ ഇത് ഇയാൾ ഇങ്ങനൊന്നല്ല. ഇത് പ്രസംഗിച്ച സമയത്ത് ഇതിലേറെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഹുദവീസ് അസോസിയേഷൻ അതിനെതിരെ പ്രസ്താവന ഇറക്കിയിരുന്നു, ഓർമ്മല്ലേ? കഴിഞ്ഞിട്ടില്ല. ഇവരെ സാമ്പത്തിക ചൂഷണമാണ്, സാമ്പത്തിക ചൂഷണം. ഈ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവുണ്ടല്ലോ, അയാൾ തന്നെ ആയിക്കോട്ടെ. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇതെന്താ പറയുക? ഗൾഫിക്കാണ് പോവും, എന്നിട്ട് കായ് ഇങ്ങോട്ട് കൊണ്ടുവരും എന്നൊക്കെ ശൈഖുനാനെ പറ്റി. എന്നത് കേട്ടോ. ഈ പ്രസ്താവനയുടെ താഴെ അബ്ദുൽ ഹമീദ് ഫൈസിക്ക് പുരസ്കാരം, അബ്ദുൽ ഹമീദ് ഫൈസിക്ക് പുരസ്കാരം. ഗൾഫുകൾ പോയിട്ടേ അവിടെയുള്ള ഏതെങ്കിലും ഒരു കമ്മിറ്റിനെ സ്വാധീനിക്കുക, എന്നിട്ട് അവരോട് പറയാം അപ്പോൾ അവാർഡിന് നമ്മൾ തന്നെ കരപ്പയിൽ എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടിട്ട് അവാർഡ്. എത്ര 1000 2000 ഒന്നല്ല, കേട്ടോളി. സമസ്ത കേരള ഇസ്ലാമിക് സെന്റർ സൗദി നാഷണൽ കമ്മിറ്റി ഏർപ്പെടുത്തിയ കാളമ്പാടി ഉസ്താദ് പുരസ്കാരത്തിന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ തെരഞ്ഞെടുത്തു. ഇവർ ഇയാളുകൾ പോവും, എന്നിട്ട് അവിടുന്ന് തെരഞ്ഞെടുത്താണ് കിടന്നു പോരും. ഇതാ പരിപാടി. തെരഞ്ഞെടുത്തു. 1,00,000 രൂപയും ഷീൽഡുമാണ് അവാർഡ്. സാറല്ലേ, ആൾക്കാരിൽ നിന്ന് ഇതൊക്കെ വാങ്ങി പിടുങ്ങി എന്തിൻ്റെ പേരിലാ വന്നത്? എന്തിൻ്റെ പേരിലാ വന്നത്? ആത്മീയത ചൂഷണം ചെയ്ത് ലക്ഷങ്ങൾ തട്ടുന്നതിൻ്റെ ഒന്നാമത്തെ നേതാവാണ് അമ്പലക്കടവ്, അല്ലേ? എന്തേലും പരീക്ഷ പാസ്സായിട്ട് തന്നതാ? അല്ലല്ലോ. സാമ്പത്തിക ചൂഷണേ. സൗദിക്കാണ് പോവുക, എന്നിട്ട് അവിടുന്ന് അവിടുത്തെ റിയാദിലെ കമ്മിറ്റിക്കാരെ കണ്ടുകൊണ്ട് ഓരോ സോപ്പിട്ട് കണ്ടും കേട്ട് അവാർഡ് കൊടുക്കാനുള്ള സന്ദേശം കൊടുത്തിട്ട് പോരാ. ഇത് പത്രത്തിൽ വന്നാ, ചന്ദ്രികയില്, സഹീഹുൽ ബുഖാരിയില്. എന്നിട്ട് പറയാ ഷെയ്ഖാണെങ്കിൽ തെർബിയത്ത് എപ്പോഴും ഉണ്ടാകും. ഷെയ്ഖാണെങ്കിൽ തെർബിയത്ത് എപ്പോഴും ഉണ്ടാകും. ഒരു ഉദാഹരണം പറഞ്ഞു. സുബൈക്ക് വിളിച്ചുണർത്തുന്നത്, സുബൈക്ക് നിസ്കാരത്തിനൊക്കെ വൈകിയാൽ നമ്മളെ സുലൈമാസ്താനോടാണ് സംസാരിച്ചതെന്നാ. ആളെ പറയുന്നില്ല, ശരിക്കും വെട്ടുന്നുള്ളതുകൊണ്ടായിരിക്കും. ഇയാൾ സംസാരിച്ചു, എങ്ങനെ നിങ്ങൾ ഈ ഷെയ്ഖിനെ വിശ്വസിക്കണം? അപ്പോൾ ഞങ്ങൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. തേന് മധുരമല്ല എന്ന് സമസ്ത പറഞ്ഞുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല, അത് രുചിച്ചറിയണ സംഗതിയാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. സുബൈക്കൊക്കെ അഥവാ നീച്ചാൻ വൈകിയാൽ ഷെയ്ഖ് വന്ന് ഉണർത്തും. എന്നിട്ട് ഇയാൾ പറയാം അത് ശൈത്താനായിക്കൂടെ. എന്നിട്ട് അതിനുള്ള തെളിവെന്താ അറിയോ? ഓസുലാദം റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു. എന്ത്? ഇബ്ലീസ് ഇങ്ങനെ പ്രകാശമായിട്ട് വന്നിട്ട് യാ അബ്ദുൽ ഖാദിർ അഹലൽതു ലക്കൽ മുഹറമാത്, ഹറാമായതൊക്കെ ഞാൻ ഹലാലാക്കി തന്നു എന്നാ ഇബ്ലീസ് പറയണത്. ഇവിടെ പറഞ്ഞതെന്താ? സുബൈക്ക് ഉറങ്ങണേന് വിളിച്ചുറത്തുക. ഇബ്ലീസ് ഓസുലാദമിനോട് പറഞ്ഞതെന്താ? ഹറാമായതൊക്കെ ഹലാലാക്കി തന്നുന്നാ. അതുപോലെയാണ് ഇത്. എന്താ പമ്പര വിട്ടി, നിന്റെ പേരോ അമ്പലക്കടവ്? അത് രണ്ടും എങ്ങനെ യോജിക്കാം? നിസ്കരിക്കാൻ വൈകുമ്പോൾ വിളിച്ചുണർത്തല, അത് നല്ല കാര്യമല്ലേ? മറ്റേത് ഹറാമായ കാര്യമൊക്കെ ഹലാലായി കൊടുക്കുക. സ്വർണ്ണമോദനം ധരിക്കല്, പട്ടുവസ്ത്രം ധരിക്കല്, നിസ്കരിക്കാതിരിക്കല്, ഇതൊക്കെ ഹലാലാക്കി തന്നു ഇബ്ലീസ് ഓസുലാദമിനോട് പറഞ്ഞ്. അപ്പോൾ ഓസുലാദം ശപിക്കപ്പെട്ടവനെ നീ പോന്ന നാട്ടി വിട്ടു. അത് മോശമായ കാര്യ, ഇത് നല്ല കാര്യ. ഈ നല്ല കാര്യത്തിന് വിളിച്ച പിശാചായിക്കൂടെ? എന്താപ്പാ ചോദ്യം? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വന്ന് ഈ തോട്ടുമുഖം സ്റ്റേജിൽ വന്ന് പ്രഭാഷണം നടത്തിയ, ആ തലയിൽ കെട്ടിയ, താടി വെച്ച മാന്യദേഹം വന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവെന്ന് പരിചയപ്പെടുത്തിയ ആൾ ശൈത്താനായിക്കൂടെ? ശൈത്താനായിക്കൂടെ? ശൈത്താൻ എന്താ അമ്പലക്കടവിന്റെ പോലത്തെ എന്നിട്ട് പറഞ്ഞോ? ആയിക്കൂടെ? അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞനുസരിച്ച് നമ്മൾ കുറേ പരിചയമുള്ള അമ്പലക്കടവിന് പരിചയമുണ്ട്. ഇല്ല എന്ന് നിഷേധിക്കട്ടെ, അപ്പോൾ പരിചയം നമ്മൾ തെളിയിച്ചു കൊടുക്കാം. അടുത്ത് പരിചയം. അപ്പോൾ ആ ഇത്ര പൊട്ടത്തരങ്ങൾ പറയാൻ സാധ്യത ഇല്ലാന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ മഹാന്മാർക്കെതിരെ തിരിയുമ്പോൾ പൊട്ടത്തരം പറയും, അത് ഉറപ്പാ.
ദുന്യാവിൽ മുഴുവൻ വിഡ്ഢിത്തം തന്നെ കയറും, അതിലൊരു സംശയം വേണ്ട. അതുകൊണ്ട് സംഭവിച്ചതായിരിക്കും അല്ലേ? അപ്പോ അങ്ങനത്തെ ഒരുപാട് വിഡ്ഢിത്തങ്ങൾ ശൈത്താനായിക്കൂടെ. വെറുതെ പറയാം, നല്ല കാര്യത്തിന് ഉപദേശിച്ചാലും അത് ശൈത്താനായിക്കൂടെ എന്ന് പറഞ്ഞ്. പിന്നെ 2006 മുമ്പ് ശൈഖുനാന്റെ മുരീദന്മാരൊക്കെ സമസ്തന്റെ ആൾക്കാരെ പുകഴ്ത്തലെന്നു. കൊടുവള്ളിനെ പറ്റി എന്തോന്ന് പറഞ്ഞു, കൊടുവള്ളി സാറൊക്കെ അങ്ങനെ പറഞ്ഞു, പുകഴ്ത്തി പറഞ്ഞു. 2006 മുമ്പ് 2002-2003 കാലഘട്ടങ്ങളിൽ ഞാൻ ചെമ്മാട് ദാറുൽ ഹുദയിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയ. അന്ന് ശൈഖുന ഖുത്ബുസ്സമാൻ ശൈഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി നിങ്ങൾക്ക് ശൈഖായിരുന്നു. നിഷേധിക്കാൻ കഴിയോ? ദാറുൽ ഹുദയുടെ മാനേജർ അടക്കമുള്ള ആളുകളുടെ ക്ഷണപ്രകാരം മമ്പുറം മക്കാമിൽ സിയാറത്തിന് വന്നപ്പോ ശൈഖുനാനെ സ്വീകരിച്ച് ആനയിച്ച് ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയിൽ കൊണ്ടുവന്നു. ഇല്ലേ? ഈ മണ്ടനും അറിയാലേ, ഓനുണ്ടെന്ന് അവിടെ കൊണ്ടുവന്നു. കമ്മിറ്റി ഭാരവാഹികൾ ക്ഷണിച്ചിട്ടാ ശൈഖുന വന്നത്. ഞാൻ 12ാം ക്ലാസ് പഠിക്കുന്ന സമയ. സമസ്തന്റെ ജനറൽ സെക്രട്ടറി പ്രിൻസിപ്പൾ ആയിരിക്കുന്ന സ്ഥാപന അന്ന്. ഇപ്പൊ പേരൊക്കെ മാറി, ഇപ്പൊ പ്രോ ചാൻസലർ പേര് മാറി, ഇപ്പൊ യൂണിവേഴ്സിറ്റിയാ. അപ്പോട്ടെ, അപ്പോ പ്രിൻസിപ്പൾ ആയിരിക്കുന്ന സ്ഥാപന. ആ സ്ഥാപനത്തിലേക്കാണ് ശൈഖുനാനെ ആനയിച്ചു കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നിട്ട് ദാറുൽ ഹുദയുടെ ജീവാത്മാവും പരമാത്മാവും അതിന്റെ മുഖ്യ ശില്പിയുമായ യു ബാപ്പട്ടി ഹാജി, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ, അദ്ദേഹം ശൈഖുനാന്റെ കൈ ആ വരാന്തയുടെ റൈറ്റ് ഭാഗത്ത് നിന്നുകൊണ്ട് ശൈഖുനാന്റെ കൈ പിടിച്ച് മുത്തിയത് ഇന്നും ഞാൻ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരിട്ട് കണ്ടതാ. കാരണം എൻ്റെ ക്ലാസ് ഇസ്മായിൽ ഉസ്താദിനറിയാം, നേരെ ഈ ഓഫീസിനോട് നേരെ അഭിമുഖമായിട്ട് ഇങ്ങനെ ഒരു ഈട്ടമാരിയാണ് ദാറുൽ എൻ്റെ പഴയ ബിൽഡിങ്. അപ്പോൾ ആ ഭാഗത്തായിരുന്നു ഞങ്ങൾ 12ാം ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ നേരിട്ട് കാണും. ഞങ്ങളവിടെ ഓടി വന്നിട്ടുണ്ട്. ഞങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ് ബാപ്പട്ടി ഹാജി കൈ പിടിച്ച് മുത്തിയത് അല്ലേ? മുപ്പരാന്ന് SMFന്റെ ജില്ലാ സെക്രട്ടറിയോ എന്തോ. എന്നിട്ട് ദാറുൽ ഹുദയുടെ VIP റൂം, ആ റൂമിൽ കൊണ്ടുവന്ന് ശൈഖുനാനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു. ശൈഖുന ഇങ്ങനെ നേരെ ദുആർക്ക ജനലിൻ്റെ അവിടെ വന്നിട്ട് ഞങ്ങളൊക്കെ നേരെ ഇങ്ങനെ അഭിമുഖമായി ഇങ്ങനെ ദുആക്ക് ആമീൻ പറഞ്ഞ് രംഗം ഇപ്പോഴും മനസ്സിൽ തെളിഞ്ഞു വരിക. അന്ന് നിങ്ങൾക്ക് ശൈഖുന ഖുത്ബുസ്സമാൻ ശരിക്കും ശൈഖായിരുന്നു. എന്നിട്ട് ശൈഖുനാനോട് ക്ലാസ് എടുക്കാനും പറഞ്ഞു, കുട്ടികൾക്ക് കുറച്ച് നസീഹത്ത് കൊടുക്കാൻ. അപ്പോൾ ശൈഖുനാക്ക് സമയമില്ലാത്തതുകൊണ്ട് ശൈഖുന വയ്യ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ശൈഖുനാന്റെ നിർദ്ദേശപ്രകാരം ദാറുൽ ഹുദയിൽ വർഷങ്ങളോളം കുത്തുബിയത്തും യാസീനോത്തും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ പങ്കെടുത്ത ആളാ. ഇസ്മായിൽ ഉസ്താദ് നേതൃത്വം നൽകിയെന്ന് കുറച്ചു കാലം. അതിൻ്റെ മുമ്പ് ഇടക്ക് ഇസാഖ് ബാക്കവിയാ നേതൃത്വം നൽകിയത്. അന്ന് ശൈഖുന ഞങ്ങൾക്ക് ശരിക്കും ശൈഖായിരുന്നു. ഇങ്ങനെ നിഷേധിക്കാൻ പറ്റും? അങ്ങനെ ഞങ്ങൾ ഒന്നായിട്ട് ശൈഖുനാന്റെ കീഴിൽ ഒപ്പം ഇങ്ങനെ പോവുക. അതിൻ്റെ ഇടയ്ക്ക് ഓല് പെട്ടെന്ന് കാല് മാറി, നമുക്ക് മാറാൻ പറ്റും അങ്ങനെ? അല്ലെങ്കിൽ കാരണം പറഞ്ഞാലും ദാറുൽ ഹുദയെ കൊണ്ടുവന്ന് കുട്ടികൾക്കൊക്കെ ഇതൊരു ആദരണീയ ആത്മീയ പുരുഷനാണെന്ന് പരിചയപ്പെടുത്തി. എന്നിട്ട് കുട്ടികളൊക്കെ അതിൻ്റെ ഒപ്പം കൂടി തുടങ്ങിയപ്പോൾ ഇവലും എല്ലാം കാല് മാറി. സാര കുറ്റ? ഒപ്പം നിന്നോലെ കുറ്റാണോ അത്? അല്ലല്ലോ. അതാണ് 2006 മുമ്പുള്ള ചരിത്രം. അതൊന്ന് വിശദീകരിക്ക്. എൻ്റെ ദാറുൽ ഹുദയോട് നിങ്ങൾക്ക് ബാധ്യതയല്ലേ? ഒന്ന് വന്ന് വിശദീകരിക്ക്. എന്നിട്ട് പറയാ ബ്രിട്ടീഷ് ചാരന്മാരാണെന്ന് സമസ്തനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി 4 പണ്ഡിതന്മാരുണ്ടാക്കിയ സമസ്തന്റെ കോളേജിൽ നിന്നല്ലേ? അവസാനത്തെ കാര്യം കയറ്റിവെക്കല്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കിട്ടിയ 4 പണ്ഡിതന്മാരെ കിട്ടിയ സമസ്തന്റെ കോളേജ് കൊണ്ടല്ലേ? അമ്പലക്കടവ് ഹമീദ് ഫൈലിയാണ്. ഓർത്ത് സംസാരിച്ചാൽ മതി. ഫൈലി ബിരുദം എവിടുന്നാണ് ലഭിക്കുന്നത്? തുറന്നു പറ. എന്താണ് ആ സ്ഥാപനത്തിന്റെ പേര്? ജാമിയ നൂരിയ. എന്താ നൂരിയ എന്ന് പറഞ്ഞ? ഹൈദരാബാദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന
നൂർ ഷാ തങ്ങൾ സ്ഥാപിച്ച അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ പേരിൽ വഖഫ് ചെയ്ത സ്ഥലത്താണ് ആ സ്ഥാപനം നിലകൊള്ളുന്നത്. അത് നിങ്ങൾക്ക് പറ്റുമോ? ഒന്ന് വിശദീകരിക്ക്. ജാമിയ നൂരിയല്ലേ, ഒന്ന് വിശദീകരിക്ക്. എന്താ ഞാൻ പറഞ്ഞ? ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ സത്യധാരയിൽ എന്താ എഴുതിയത്? ഇതാ, പട്ടിക്കാട് ജാമിയയും സ്വത്തുക്കളും നൂരിഷയുടേത് ആയിരുന്നോ? മൂപ്പരോട് ചോദ്യം, ജനറൽ സെക്രട്ടറിനോട്. അപ്പൊ മറുപടി എന്താ? ആദ്യകാലത്ത് അവ അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു. ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു. ഏത്? പട്ടിക്കാട് ജാമിയ നൂരിയ. എന്നിട്ട് എന്താ സംഭവിച്ചത്? നല്ല രസമുണ്ട്. റെക്കോർഡുകൾ ശരിയാക്കാൻ ഷംസുൽ ഉലമ അദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹം പല നിബന്ധനകളും മുന്നോട്ട് വെക്കുകയും ചെയ്തു. റെക്കോർഡ് ശരിയാക്കാൻ വേണ്ടി ഷംസുൽ ഉലമ ആധാറിന്റെ രജിസ്റ്റർ ചെയ്യണമല്ലോ, അതിനുവേണ്ടി ഷംസുൽ ഉലമ അവിടെ പോയി. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. അപ്പോൾ അദ്ദേഹം കുറച്ച് നിബന്ധനകൾ വെച്ചു. റെക്കോർഡുകളൊക്കെ ഉണ്ടായിക്കോളി, പക്ഷേ നിബന്ധന ഉണ്ട്. അതെന്താ? ഒന്ന്, ജാമിയ നൂരിയ എന്ന് പേര് വെക്കണം എന്നാ ഒന്ന്. അതൊന്നും മാറ്റിയിട്ടില്ല, മാറ്റാൻ കഴിയൂല. ഉറപ്പിച്ച് പറയാണ്, മാറ്റാൻ കഴിയൂല. നമ്മൾ മാറ്റാനൊക്കെ കാണണല്ലോ, വെറുതെ പറയല്ല. അപ്പോൾ കൊണ്ടുവരും അതിനുള്ള തെളിവ്. അദ്ദേഹം മുന്നോട്ട് വെച്ച നിബന്ധനകളിൽ തന്നെ പ്രസിഡന്റ് ആക്കണമെന്നും ഉണ്ടായിരുന്നു. അദ്ദേഹം നിബന്ധന വെച്ച എന്താ? അദ്ദേഹത്തിന് മൂപ്പരെ മുരീദ് കറാച്ചി ബാപ്പുജി ഇങ്ങക്ക് വഖഫാണ് പറഞ്ഞുകൊണ്ട് കൊടുത്തതാ. ആർക്ക്? നൂർ ഷാ തങ്ങൾക്ക്. സമസ്തക്ക് വഖഫാണ് പറഞ്ഞു കൊടുത്തതല്ല, അങ്ങനെ കൊടുത്തതാ. അങ്ങനെ കൊടുത്തിട്ട് അപ്പോൾ അദ്ദേഹം പറയാ, എന്നെ പ്രസിഡന്റ് ആക്കണം, ആ സംഘടനയുടെ പ്രസിഡന്റായിട്ട്. എന്തിനാ? അത് കയറി പോകാതെക്കാൻ വേണ്ടിയിട്ടാ, എന്നെ പ്രസിഡന്റ് ആക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു, നൂർ ഷാ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ ആവശ്യം നിങ്ങൾ മുൻ പ്രസിഡന്റാണ് എന്ന് പറഞ്ഞ് അംഗീകരിപ്പിക്കുകയായിരുന്നു. ഞാൻ എന്തിനായി പറ്റി പറയണേ? നിങ്ങൾ മുൻ പ്രസിഡന്റ് അല്ലേ എന്ന് പറഞ്ഞാണ്ട് വല്ലേ എന്താ ഈ സംഗതി കൈക്കലാക്കി പോകുന്നു? ആരാ പറഞ്ഞു? ഞങ്ങൾ പറയല്ല, ഇത് സത്യധാരയിൽ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അദ്ദേഹത്തോടുള്ള അഭിമുഖത്തിൽ പറഞ്ഞതാ. എന്താ? സത്യധാര സ്പെഷ്യൽ പതിപ്പത് അയിലുള്ളത്. അയാളെ പറ്റിച്ചാണ് വെല്ലള് കൈക്കലാക്കി. എത്ര ഇപ്പൊ പറ്റിച്ച്? 100 ഏക്കർ തെങ്ങും തോട്ട. 50,000 50 കോടിയല്ല, എത്ര കോടിയാണ് ഈ ആളുകളെ ചൂഷണം ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കുന്നത്, അത് വെച്ച് തിന്നുന്നത് എന്ന് ഇവിടെ ഒന്ന് വിശദീകരിക്കണ്ടേ? നിങ്ങൾ മുൻ പ്രസിഡന്റാണ് പറഞ്ഞാണ്ട് വല്ല സംഗതി കയ്യിലാക്കി പോന്നു നോക്കിങ്ങള്. എന്നിട്ട് അതിന്ന് പഠിച്ചിറങ്ങിയ ആളാ ഹമീദ് ഫൈസി. എന്നിട്ട് പറ, നിങ്ങളൊക്കെ സമസ്തന്റെ സ്ഥാപനത്തിൽ നിന്നല്ല പഠിച്ചിറങ്ങിയത്. ഇതൊന്നും ഒന്ന് വിശദീകരിക്ക്. തീർന്നിട്ടില്ല. ഇതെന്താ അറിയോ? നൂറിഷക്കാരിറക്കിയ അവരുടെ അൽ ഇർഫാൻ മാസിക, നൂറുൽ മശായിഖ്, നൂറ്റാണ്ടിന്റെ യുഗപുരുഷൻ, ജാമിയ നൂരിയ സ്ഥാപകൻ സയ്യിദ് നൂർ ഷാ തങ്ങൾ തന്നെ. എന്താണ്? ജാമിയ നൂരിയയുടെ സ്ഥാപകൻ സയ്യിദ് നൂർ ഷാ തങ്ങൾ തന്നെ. ആരാ സ്ഥാപിച്ചത്? സമസ്ത സ്ഥാപിച്ചതല്ല. നിങ്ങൾ പിഴച്ച ത്വരീഖത്താണ് എന്ന് വിധി എഴുതിയ ആ നൂർ ഷാ തങ്ങൾ സ്ഥാപിച്ച സ്ഥാപനം അതികുതന്ത്രം ഉപയോഗിച്ച് കട്ടെടുത്തു, അപഹരിച്ചെടുത്തു എന്നല്ലേ ഇതിന്റെ അർത്ഥം? അല്ലേ? ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞനുസരിച്ച് അതല്ലേ മനസ്സിലാണ്? അല്ലേ നിങ്ങൾ എഴുതിയ തിരുത്തിയാൽ മതി, നമുക്ക് പ്രശ്നമല്ല. ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ മുൻ പ്രസിഡന്റാണ് പറഞ്ഞാൽ മൂപ്പര് പ്രസിഡന്റ് ആക്കാനുള്ള നിബന്ധന വല്ല മൂക്കിലാക്കിയാണ് പോകുന്നത്. അതല്ല ഇതിന്റെ അർത്ഥം, അല്ലേ? പണ്ട് ഗൾഫിൽ പോയ ഒരാള് പറഞ്ഞു, അറബിനോട് 100 റുപ്യ എടുത്ത് കിട്ടാറില്ലേ, അതേമാതിരിയാ എന്ന് 100 റുപ്യേനെ കക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ചോദിക്കലുണ്ടോ ചോദിച്ചു. ഞാൻ പറയുന്നുണ്ട്, എന്താ അറബിനോട് എന്ന് പറയും? 100 റുപ്യ എടുത്ത് കിട്ടോ, അറബിക്ക് തിരിയോ? ഇതേപോലെ നൂർ ഷാ തങ്ങളോട് പോയിട്ട് നിങ്ങൾ മുൻ പ്രസിഡന്റാന്ന് പറഞ്ഞിട്ട് എല്ലാം ചാക്കിലാക്കി പോന്ന്. എന്നിട്ട് പറയാം, സമസ്ത സ്ഥാപിച്ച സ്ഥാപനങ്ങൾ. ഏതാ സമസ്ത സ്ഥാപിച്ചത്? ഏറ്റവും ആദ്യത്തെ സമസ്തന്റെ ഒരു ഡിഗ്രി നൽകുന്ന സ്ഥാപനമായി അറിയപ്പെടുന്ന പട്ടിക്കാട് ജാമിയ നൂരിയ. അതിനാ ഈ ഹമീദ് ഫൈസി പുറത്തിറങ്ങിയത്. അതിനെക്കുറിച്ച് സംസാരിക്കുക. ഇപ്പൊ മമ്പുറം മക്കാമിന്റെ ആ വരുമാനം കൊണ്ടല്ലേ ദാർലൂദ നടന്നു പോകുന്നത്. മമ്പുറം തങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്ത പണ്ഡിതൻ. എന്നിട്ട് ഇവര് പറഞ്ഞതെന്താ? ബ്രിട്ടീഷുകാരോട് അന്ന് ആഹ്വാനം ചെയ്തൊക്കെ മണ്ടത്തരാണെന്ന്. എന്നാൽ ഈ മണ്ടത്തരം കാട്ടിയ ആൾക്കാരെ ഒഴിവാക്കിയാണ്ട് അത് വിട്ടുപോകണ്ടേ?
ആ മക്കാമെന്നുള്ള പൈസ കൊണ്ടുവരണോ? അതുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്, സമസ്ത പറഞ്ഞ കുറച്ച് കാരണങ്ങളുണ്ടല്ലോ, സമസ്ത മുഖ്യമായും പ്രധാനമായും ഉന്നയിച്ച കുറച്ച് കാരണങ്ങളുണ്ടല്ലോ. ഹമീദ് വൈസി അറിയില്ലേ? മുഅ്മിൻ മുസ്ലിം അല്ലേ? 14 ത്വരീഖത്ത്, ആ 12 സീലുള്ള കിതാബ്, അതൊക്കെ ഒന്നിട്ട് വന്ന് വിശദീകരിക്ക്. എവിടുക്ക ഒളിച്ചോടുന്നത്? അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാന്നാ പറഞ്ഞു എംടിന്റെ ചക്കം. അതൊന്ന് വന്ന് വിശദീകരിക്ക്. അത് വിശദീകരിക്കുമ്പോ നിങ്ങളെ വിവരത്തിന്റെ ഊക്കണം മനസ്സിലാവും. വിവരത്തിന്റെ ഊക്ക് കുത്തുബുസ്സമാൻ വിവരമല്ല, ആർക്കും വെല്ലുവിളിച്ച് ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്ത് ഒരുപാട് അനുയായികളുടെ നേതാവായി ഇരിക്കുന്ന ഒരു ഉന്നതനായ ഷെയ്ഖിനെ ഒരു ഹമീദ് വൈസി വന്നാണ്ട് ഞാൻ കുറച്ച് ചോദിക്കാണ്ട് വിവരം ഉണ്ടോ നോക്കട്ടെ, ആർക്കും വെല്ലുവിളിച്ചൂടെ? എടോ കോയക്കുട്ടി മുസ്ലിയാർ, നിങ്ങളുടെ സമസ്തന്റെ പ്രസിഡന്റ് ഉണ്ടല്ലോ, ആ കോയക്കുട്ടി മുസ്ലിയാരെ ഈ സ്റ്റേജിൽ ഒന്ന് കൊണ്ടുപോവാ. ഞങ്ങൾ കുറച്ച് ചോദിക്കാണ്ട് വിവരത്തിന്റെ അളവ് അപ്പോൾ തിരിയും. ഒന്ന് കൊണ്ടുപോവാ. വലിയ ത്വരീഖത്തിന്റെ ശൈഖുവാണെന്നാണല്ലോ ചാൻസ് കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ തട്ടിവിടുന്നത്. ഒന്ന് കൊണ്ടുപോവാ. വിവരം അളക്കൂല ഞങ്ങള്. ബോംബെക്കെടുത്ത കല്യാണിൽ 1 വർഷത്തോളം തിരക്ക് പിടിച്ച മസ്ജിദിൽ ഖുത്ബ നിർവഹിച്ച ആളാ ഖുത്ബുസ്സമാൻ. അത് കഴിഞ്ഞ് ശിവാപൂരിൽ ഹനഫി മസ്ലക്കനുസരിച്ച് നിക്കാഹും ഖുത്ബയും ഒക്കെ നടത്തിയ ആളാ ഖുത്ബുസ്സമാൻ. അറിയോ ചരിത്രം? ഈ ആലുവയിലെ സെൻട്രൽ ജുമാ മസ്ജിദില് ആ മറ്റേ കാക്കണ്ടല്ലോ MM, അയാൾ ഖുത്ബോദിന് അതേ പള്ളിയിൽ ഷെയ്ഖുനെ ഖുത്ബോദിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ പള്ളിയിലൊക്കെ ഒന്നും തിരിയാത്ത ആൾക്കാരെ ഖുത്ബ കേൾപ്പിച്ചാല് എന്താ ചങ്ങായിമാരെ ഈ പൊട്ടത്തരം പറയണേ? നിങ്ങൾക്ക് വല്ല കഥയുണ്ടോ? അയാൾ ഇവിടെ വന്നിട്ട് പറയാ ഇതിനേക്കാൾ നല്ല വേശ്യാലയം തുടങ്ങിയാൽ മതി, എനിക്കല്ല സുഖമല്ലോ. അത് സ്വന്തം തന്നെയാണ് തുടങ്ങിയാൽ നല്ലേ. വേശ്യാലയം വേണ്ടല്ലോ, നിന്നെ പോലുള്ള തെമ്മാടികൾക്ക് ഹോസ്പിറ്റൽ പോരെ, എന്തിനാ വേശ്യാലയം? എന്റെ കഥ ഇവിടെ ആലുവക്കാർക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഹോസ്പിറ്റലിൽ പോരെ ചോദിച്ചു നോക്കണ്ടി എന്താ കഥ. അങ്ങനെ ഒരുപാട് പള്ളികളിൽ ഖുത്ബ നിർവഹിച്ചു. പൊന്നാനിക്കാരൻ ബാപ്പട്ടി മുസ്ലിയാർ എന്ന കിതാബുകൾ ശരിക്കും ഓതി പഠിച്ചിട്ടുണ്ട് ശൈഖുന. ഓതി പഠിക്കാതെയും ഒരുപാട് വിജ്ഞാനങ്ങൾ ശൈഖുനാക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം പറഞ്ഞു ഓതി പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. തെറ്റാണത്, തെറ്റാച്ചാ പറഞ്ഞേ. അതിനുള്ള തെളിവ് കൊണ്ടുപോവാ. ഇതാ കബുലൽ ആരിഫു യുൽഹിമുഹു സിർറ കുല്ലി മക്തൂബിൻ വഇൻ കാന ഉമ്മിയൻ. മഹാന്മാർ വിശദീകരിക്കുക, ഒരു മനുഷ്യൻ ഉയർന്നു കഴിഞ്ഞാൽ എഴുതപ്പെട്ട മുഴുവൻ രേഖകളുടെയും സിർ എന്താണെന്ന് അവർക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുമെന്ന് മഹാന്മാരായ ആരിഫീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഷേധിക്ക് കിതാബേറ്റ് വരും. മനസ്സിലായോ? പഠിച്ചാതെ കിട്ടൂല. പഠിച്ചും കിട്ടിക്കണം, പഠിച്ചാതെയും കിട്ടിക്കണം. കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ വെല്ലുവിളി ആർക്കും നടത്തിക്കൂടെ? 10 വാക്കിന്റെ അർത്ഥം പറയും. എന്നത് വാക്കാബുലറിയാണല്ലോ. 10 വാക്കിന്റെ അർത്ഥം പറയും. മറ്റേ 3 ആയത്തോത്. ഞങ്ങളൊക്കെ സ്ഥിരം ശൈഖുനാന്റെ പ്രസംഗമൊക്കെ കേൾക്കുന്ന ആൾക്കാരുണ്ട്. ഈ ആൾക്കാരോട് 10 വാക്കും 3 ആയത്തൊക്കെ ചോദിച്ചാൽ അതൊക്കെ മോശമല്ലേ? അതൊക്കെ ആർക്കും വെല്ലുവിളിച്ചൂടെ? കുട്ടികളെ കൊണ്ട് ഞാൻ കുറച്ച് ചോദിക്കാണ്ട് അങ്ങോട്ടും പറ്റുമല്ലോ. ഇതൊക്കെ എന്തെങ്കിലും അന്നാ അടവ് മറന്നോ? സമസ്തയുടെ തല തൊട്ടപ്പന്മാരെന്ന് നിങ്ങൾ വിശദീകരിക്കുന്ന ആളുകള് ആലുവ TV-യിൽ വന്ന് ശൈഖുനാനെ ചോദ്യം ചെയ്യാൻ വന്നപ്പോ എന്തേ അപ്പൊ നിങ്ങൾ അടവ് മറന്നുപോയോ? അന്നാണ് ചോദിച്ചൂടേന്നോ? അന്ന് ചോദിച്ചതിന് ഉരുളക്കുപ്പേരി കിട്ടിയില്ലേ? എന്നിട്ട് ഞങ്ങൾ പരീക്ഷിക്കാൻ വന്നൊന്നുമല്ല, പൊരുത്തപ്പെടണം, ദുആ ചെയ്യണം. അതിനാണ്ട് തടി തപ്പിയില്ല വേഗം. എറണാകുളം TV-യിൽ അന്ന് ഈ അടവ് നിങ്ങൾക്ക് അറിയില്ലേന്നോ? എന്നിട്ടിപ്പം ഇങ്ങനെ വിവരം പരീക്ഷിക്കാൻ വരിക. ആയത്തിന്റെ അർത്ഥവും ഹദീസിന്റെ അർത്ഥവും അതൊക്കെ അങ്ങോട്ട് ആലുവയ്ക്ക് ചെല്ലി ഇഷ്ടം പോലെ പഠിപ്പിച്ചു തരും. അനക്ക് ഹമീദ് വൈസിക്ക് ചിലപ്പോ
ആയത്തിന്റെ ഹദീസിന്റെയും അർത്ഥം കിട്ടുന്നുണ്ടാവില്ല. അതിന് ഞങ്ങൾ കോളേജിലേക്ക് വന്നോ, പഠിപ്പിച്ചു തരാ. അതിനെന്തിനാ സ്റ്റേജിൽ നിന്ന് പഠിപ്പിക്കണം? മാനക്കേട് എനിക്കില്ലേ, ഞങ്ങൾക്കില്ലേ? ചില ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ അതിനോട് ജയ്ഹുനാനെ വെല്ലുവിളിച്ചണം. അതിന് ഞങ്ങളെന്നെ പോരെ, ഞാൻ തന്നെയല്ലേ കുറച്ചു കാലം എനിക്ക് പഠിപ്പിച്ചെന്നീന്. അതിന് അധികം ആൾ വേണം. അതുകൊണ്ട് വീണ്ടും പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ അന്ന് പറഞ്ഞ കാരണങ്ങളുണ്ടല്ലോ, അത് പ്രാമാണികമായി തെളിയിക്കാൻ ഹമീദ് ഫൈസിയല്ല, സമസ്തയിലെ ഏതാൾക്കും വരാം. അത് വന്ന് വിശദീകരിക്ക്. അപ്പോ ഇൻഷാ അല്ലാഹ് അതിന്റെ സത്യം ബോധ്യപ്പെടും. നിങ്ങൾ തിരുത്തും പിന്മാറുകയില്ല. കാരണം അത് നിങ്ങളുടെ സ്വഭാവമല്ല. അള്ളാഹു നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കാനുള്ള സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മദാ യാ വാസിഅൽ കറമി യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അഅദാഇ ബിൽ മദദി മുജീറ ഇർദി വഖുദ് ബിയദി മദാ മുദദി ഖലീഫത്തുല്ലാഹി ഫീനാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി. ബഹുമാനമുള്ള ഖുത്ബുസ്സമാൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗൗസിയ സുന്നി ജമിയത്തുൽ ഉലമയുടെ അജയ്യനായ പ്രസിഡന്റ്, പണ്ഡിത കേരളത്തിൻ്റെ സൂര്യ തേജസ്വി ബഹുമാന്യനായ VM അബ്ദുറഹീം മുസ്ലിയാർ അവറുകളെ, ഗൗസിയ സുന്നി ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും ചേളാരി സമസ്തയുടെ ജനറൽ സെക്രട്ടറിയുടെ മരുമകനുമായ, ഓർക്കാൻ വേണ്ടി ബഹുമാന്യനായ കേരളത്തിലെ പ്രതിപാദനനായ പണ്ഡിത കേസരി ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇസ്മായിൽ മുസ്ലിയാർ കിടങ്ങഴി, മറ്റു സാദാത്തുക്കളെ, പണ്ഡിത ശ്രേഷ്ഠരെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, സഹപ്രവർത്തകരെ, ശ്രോതാക്കളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ വിധിയുണ്ടായി. നാളെ സ്വർഗലോകത്തും സംഗമിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളഖിലം പടച്ച തമ്പുരാൻ്റെ തൃപ്തിക്കായി ചെയ്തു തീർക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. ദുഷിച്ച പണ്ഡിത സഭകളുടെ വൃത്തികെട്ട വാദങ്ങളിലകപ്പെട്ട് ആഖിറം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് മുസ്ലിം ലോകത്തെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇനി ശവത്തിൽ കുത്തണോ എന്നാണ് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ചേളാരി സമസ്ത എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്ന് ഒരു ശീർഷകം വെച്ച് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ പശ്ചാത്തലമൊക്കെ വിശദീകരിക്കപ്പെട്ടു. ഗൗസിയ സുന്നി ജമിയത്തുൽ ഉലമയുടെ അഭിവന്ദ്യനായ പ്രസിഡന്റ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്തത് കൊണ്ടല്ല ഇതുവരെ അത് പറയാതിരുന്നത്. ലോകത്ത് കുഴപ്പമുള്ളത് മുഴുവൻ പറഞ്ഞു നടക്കുന്ന പരിപാടിയല്ല ഞങ്ങൾക്ക്. ആരൊക്കെ പിഴച്ചു എന്ന് ഞങ്ങൾ പറയും, ശരി ഏതാണ് എന്ന് ഞങ്ങൾ പറയില്ല എന്ന് നയം സ്വീകരിച്ച ലോകത്ത് നമുക്ക് പരിചയമുള്ള ഏക പാർട്ടി ചേളാരി സമസ്തയാണ്. തെറ്റ് കണ്ടാൽ ഞങ്ങൾ പറയും, പിഴച്ചു പോയെന്ന് ഞങ്ങൾ പറയും. ശരി കണ്ടാലോ
പറയില്ല, കാരണം മനുഷ്യൻ നന്നാകുമല്ലോ. അങ്ങനെ ഒരു നയം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ചേളാരി സമസ്ത ഇവിടെ വന്നിട്ട് വമ്പിച്ച പ്രഖ്യാപനമൊക്കെ നടത്തി അല്ലേ. ഇങ്ങോട്ട് പ്രസംഗിക്കാൻ വരുന്ന മാന്യദേഹം അബ്ദുൽ ഹമീദ് ഫൈസി, അദ്ദേഹം ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് VM അബ്ദുറഹീം മുസ്ലിയാർ അവറുകളെ വിളിച്ചു, ഫോണിൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ത്വരീഖത്തിൻ്റെ ഒരു വിശദീകരണ പരിപാടി ഉണ്ട്, ഞാൻ അങ്ങോട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി, അപ്പം അതേക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. ഉസ്താദ് വളരെ വ്യക്തമായി അയാളോട് പറഞ്ഞു, നിങ്ങൾ കുറേ മുമ്പ് ഗൾഫിലേക്ക് പോകുമ്പോൾ എയർപോർട്ടിൽ വെച്ച് കണ്ടിരുന്നു, അന്ന് നിങ്ങൾ വരാ എന്ന് പറഞ്ഞു, ഇതുവരെ നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ല? ഇനി നാളെ പോകുന്ന പരിപാടിക്ക് ഇന്ന് ഫോണിലൂടെ വിളിച്ച് സംസാരിച്ച ശരിയാണോ? ഏതായാലും സൂക്ഷിച്ച് സംസാരിച്ചോണ്ടി. സമസ്ത പറഞ്ഞത് ന്യായങ്ങൾ 100% തെറ്റാണ് എന്ന് ഇയാള് ഫോൺ ചെയ്ത് വിളിക്കുമ്പോ ബഹുമാനപ്പെട്ട റഹീം ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസിയോട് നേരിട്ട് പറയുമ്പോ ഒരു SYSന്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള ആൾക്ക് പറയണ്ടേ, റഹീമുല്ല രംഗക്ക് പഴിച്ചിട്ടോ, അത്രക്കൊന്നും പ്രശ്നമില്ല, സമസ്തന്റെ എനിക്കറിയും, എന്നാ നമുക്കൊന്നും സംസാരിക്കല്ലേ എന്ന് പറയണ്ടേ. ഇല്ലേ, മൂപ്പര് ആകെ ഇടങ്ങേറായി. അങ്ങനെ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടു. ഇവിടെ വന്ന് വിശദീകരിച്ചപ്പോ സമസ്ത തീരുമാനിച്ച കാരണങ്ങൾ വിശദീകരിക്കാൻ കഴിയാതെ ഗൗസിയ സുന്നി ജമിയത്തുൽ ഉലമയുടെ അജയ്യനായ പ്രസിഡന്റ് സമസ്ത എടുത്ത തീരുമാനങ്ങൾ ശരിയല്ല എന്ന് ഫോണിലൂടെ വിളിച്ചിട്ട് നേർക്കുനേരെ പറയുമ്പോ അല്ല മറിച്ചാണ് എന്ന് പറയാനുള്ള ആർജവത്വം പോലും നഷ്ടപ്പെട്ട തനി ഷണ്ഡീകരിക്കപ്പെട്ട ഒരുത്തം ഇവിടെ വന്നിട്ട് ഗീർവാണം നടത്തുക. അയാളെ പ്രസംഗത്തിൽ എന്തേ ഈ കാര്യങ്ങളൊന്നും പറയാഞ്ഞ് എന്നിങ്ങനെ ആലോചിച്ചു. ഇപ്പൊ റഹീം ഉസ്താദിനോട് സംസാരിച്ചപ്പോഴാണ് അയാൾ വിളിച്ച സംഗതി പറയുന്നത്. സമസ്ത വമ്പിച്ച തീരുമാനം എന്ന് പറഞ്ഞ് എടുത്ത തീരുമാനവും കാരണവും ഗൗസിയ സുന്നി ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ സമ്മതത്തോടുകൂടെ അത് അംഗീകരിക്കാനുള്ള ഹമീദ് ഫൈസിയുടെ പക്വതയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതെ, അവര് അല്ലേ ഈ 10-40 എണ്ണ ഉണ്ടായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അവിറ്റങ്ങളെ വിളിച്ചിട്ട് എന്തൊക്കെ നമ്മളെ തീരുമാനം എങ്ങനെയാണ് എന്ന് ചോദിച്ചില്ല. ഇവിടെ വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയാണ് തീരുമാനം, മുഴുവൻ തെറ്റാ, എന്നാ ഞാൻ പറയണില്ല അല്ലേ. പ്രിയപ്പെട്ട ഹമീദ് ഫൈസി, നമ്മളൊക്കെ പഴയ സുഹൃത്തുക്കളാണ്, നന്നാകാൻ അവസരമുണ്ട്. ഖുതുബുസ്സമാൻ വിജയത്തിലേക്കാണ് ക്ഷണിക്കുന്നത്, രക്ഷപ്പെടാനുള്ള മാർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. നമ്മൾ ഒരുപാട് തവണയായി നേരിൽ ഇതേക്കുറിച്ച് സംസാരിച്ചു. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പല തവണ നമ്മൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ നേരിൽ സംസാരിച്ചു. അതുകൊണ്ട് ഇനിയും ഈ അബദ്ധത്തിൻ്റെ പിന്നാലെ സംഘടനാ പക്ഷപാതിത്വത്തിൻ്റെ പേരിൽ പോണ്ട. നമുക്കൊക്കെ ആഹ്റം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. നമ്മൾ ഇവിടുത്തെ നേരത്തെ പറഞ്ഞ MM നമ്മളൊക്കെ സമസ്തന്റെ പ്രവർത്തകരായി കഴിഞ്ഞിരുന്ന കാലുണ്ട് അല്ലേ. ഇപ്പൊ നിങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത എന്ന് പറയുമ്പോൾ അന്നും സ്റ്റേജിൽ നിങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ സ്വകാര്യമായിട്ട് ക്രസന്റിലൊക്കെ കൂടിയപ്പോ സമസ്തന്റെ നേതാക്കന്മാരെ തീരുമാനം കേട്ടിട്ട് ഇടങ്ങേറായിട്ട് എന്താ ഈ വിറ്റങ്ങളെ കൊണ്ട് ചെയ്യാ എന്ന് ആലോചിച്ചത് നമ്മളായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയല്ലേ? ഈ 10-40 എണ്ണം എടുത്ത തീരുമാനങ്ങൾ അപകടകരമായിട്ട് അവരെ പോക്ക് ശരിയല്ല എന്ന് കണ്ടിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യാം? SYSന്റെ ഒരു സെക്രട്ടറി പറഞ്ഞ എന്താണെന്നറിയോ? എന്നിട്ട് ഇടങ്ങേറായിട്ട് പറഞ്ഞു അതിനൊരു മാർഗമുണ്ട്. ഈ സമസ്തന്റെ മുഷാവറക്കാരെ ഇടങ്ങേറെന്ന് കഴിച്ചിലാകാനൊരു മാർഗമുണ്ട് പറഞ്ഞു. കുറച്ച് ബുദ്ധിയുള്ളൊരു സെക്രട്ടറിയെ പറഞ്ഞു. അപ്പം എല്ലാവരും പ്രതീക്ഷാ നിർഭരമായ മനസ്സോട് കൂടെ ഇങ്ങനെ നോക്കി
എന്തായിരിക്കും ആ പരിഹാര മാർഗം? എല്ലാവരും ശ്രദ്ധ ക്ഷണിച്ച് അയാൾ പറഞ്ഞു, നമുക്കൊരു ദുആ സമ്മേളനം വിളിക്കാം. എന്നിട്ട് ആ ദുആ സമ്മേളനത്തിൽ വെച്ച് നമ്മൾ ഈ 40 മുഷാവർ ഈമാനോട് കൂടെ മരിക്കാൻ വേണ്ടിയാണ് ദുആർന്ന പ്രശ്നം തീർന്നു വന്നു. ഇതാണ് ഇവരടിയുള്ള സ്വകാര്യ സംഭാഷണേ. ഈ മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഈ ഒക്കെ ഉണ്ട്. കാരണം റിപ്പോർട്ട് വരെയാണ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ലോഡ്ജത്തെ പ്രശ്നം അല്ലേ. നേരത്തെ പറഞ്ഞില്ലേ, വേശ്യാലയം നടത്തുക അതിലേറെ നല്ലത്. മൂപ്പർക്കറിയ വേശ്യാലയത്തിൽ പോയാൽ ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്താൽ പരിഹരിക്കോ, അതല്ല കാശ് കൊടുത്ത് പരിഹരിക്കണോ, ഉമ്മാനെ സ്വാധീനിച്ച് പരിഹരിക്കണോ, ഗൾഫിൽ നിന്ന് വരുമ്പോ എയർപോർട്ടിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകണോന്നൊക്കെ മൂപ്പർക്ക് കൃത്യമായിട്ട് അറിയും. അതിൽ മാനേജർ ആക്കാൻ പറ്റുന്ന ആളാണെന്ന് നമുക്ക് അഭിപ്രായമുണ്ട്. വെറുതെ എന്തിനാ ഈ നാറ്റക്കേസ്? വെറുതെ വല്ല വയലും കിട്ടുകയാണെങ്കിൽ പറഞ്ഞു നടന്നാൽ പോരെ. ഞാൻ കൂടുതൽ പറയുന്നില്ല. ആത്മീയത തകർക്കുക എന്ന സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യം ഒന്നൊന്നായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയത തകർക്കുക എന്നത് സമസ്തയുടെ മുഖ്യ ലക്ഷ്യമാണ്. ഞാൻ വ്യക്തമായ നേരത്തെ ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നിങ്ങളുടെ രേഖ വെച്ച് ചരിത്രപരമായ സാക്ഷീകരണം നൽകി വ്യക്തമായി വേണമെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ വരികയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി അവർക്ക് കൈമാറാവുന്ന രീതിയിൽ വ്യക്തമായിട്ടാണ് പറയുന്നത്. ആത്മീയത മുസ്ലിങ്ങളിൽ നിന്ന് തകർക്കുക എന്നതാണ് സമസ്തയുടെ മുഖ്യ ലക്ഷ്യം. എന്തേ അങ്ങനെ പറഞ്ഞു? കാരണം ഒന്ന്, വ്യക്തികളെ മാറ്റി സംഘടനകളിലേക്ക് ഉമ്മത്തിനെ ക്ഷണിച്ചു. അതുവഴി ആധ്യാത്മിക ഗുരുക്കന്മാരിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ മാറ്റി പാർപ്പിച്ചു സമസ്ത കേരള ജമിയത്തുൽ ഉലമ. കാരണം രണ്ട്, കടുത്ത ഷിയ ആശയം വെച്ച് പുലർത്തുന്ന ആളെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഥമ പ്രസിഡന്റായി അവരോധിച്ചു. കാരണം മൂന്ന്, ഞാൻ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ് അത് വായിച്ചിട്ട്. മൂന്ന്, മുത്തഖീങ്ങളെ കാഫിറാക്കിയ ആളെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ അവരോധിക്കുകയും സമസ്തയുടെ ജീവാത്മാവും പരമാത്മാവുമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. 4, ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ, ഉമർ ഖാലി തുടങ്ങിയ മഹത്തുക്കളെ മതവിരുദ്ധരാണ് എന്ന് സമസ്ത പ്രഖ്യാപിച്ചു. 5, മലബാർ സമരത്തിൽ പങ്കെടുത്ത ഖാദിരിയ ത്വരീഖത്തിന്റെ ഷെയ്ഖ് ആലി മുസ്ലിയാർ അനീതി ചെയ്യുന്നവനും അക്രമം കാട്ടിയവനും യഥാർത്ഥ മുസ്ലിം അല്ലാത്തവനുമാണ് എന്ന് പ്രമേയമെഴുതി പാസാക്കി പ്രഖ്യാപനം നടത്തി. 6, പൂർവിക മഹത്തുക്കൾ മണ്ടന്മാരാണ് എന്ന് ഇന്നും സമസ്ത പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. 7, കാദിയാനികളെ പോലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് കക്ഷിയായാലേ മുഷാവറയിൽ അംഗമാകാൻ പറ്റൂ എന്ന് സമസ്ത പ്രഖ്യാപിക്കുന്നു. 8, പൂർണ്ണ തൗഹീദ് പതാകയിൽ നിന്ന് വെട്ടിമാറ്റി ധിക്കാരം കാണിച്ചു. 9, മുസ്ലിം ചരിത്രത്തെ വക്രീകരിച്ച് അവതരിപ്പിക്കാൻ ബ്രിട്ടീഷുകാർക്ക് സഹായം നൽകി. 10, ഖാൻ ബഹദൂർ, ഖാൻ സാഹിബ് പദവികൾ കിട്ടിയവരാണ് സമസ്ത വളരാൻ അവസരമുണ്ടാക്കിയത്. 11, ആദ്യം ഷെയ്ഖുമാരില്ലെന്ന് പറഞ്ഞ് പിന്നീട് പൂർണ്ണ അളവിലും ഗുണത്തിലുമുണ്ടെന്ന് പറഞ്ഞ് പൂർണ്ണരായ ഷെയ്ഖുമാരെ പറഞ്ഞു കൊടുക്കാതെ ഉമ്മത്തിനെ, പൊതുജനങ്ങളെ കബളിപ്പിക്കുകയാണ് സമസ്ത ചെയ്യുന്നത്. 12, ഇസ്ലാമിക വിരുദ്ധ ആശയം പ്രചരിപ്പിച്ച് മുസ്ലിം ഉമ്മത്തിനെ വഴിതെറ്റിക്കുന്നു. ഏതാണെന്നൊക്കെ വിശദീകരിക്കും. 13, മുഅ്മിൻ മുസ്ലിം വിഷയത്തിൽ ഇജ്മാ ഉണ്ടെന്ന് പറഞ്ഞ് പിഴച്ച ആശയമാണ് അള്ളാഹുവും റസൂലും പഠിപ്പിക്കുന്നത് എന്ന് പറയുകയും പൂർവികരെ
സ്വന്തം നേതാക്കളെ തന്നെയും പിഴച്ചവരായി പ്രഖ്യാപിച്ചു. 14 ത്വരീഖത്ത് പരാമർശത്തിലൂടെ മഹത്തുക്കളെ സുന്നി വിരുദ്ധരാണ് എന്ന് പ്രഖ്യാപിച്ചു. 15 മഹ്ദി ജനിച്ചു എന്നത് ഷിയാക്കളുടെ വാദമാണെന്ന് പറഞ്ഞ് മഹത്തുക്കളെ ഷിയാക്കളാക്കി. 16 ഫൈലാനി വിലായത്ത് 12 ഇമാമിങ്ങളിലൂടെ എന്നത് ഷിയാക്കളുടെ വാദമാണെന്ന് പറഞ്ഞ് മഹത്തുക്കളെ വീണ്ടും ഷിയാക്കളാക്കി. 17 മലക്കുകളുടെ ഇസ്മത്ത് സംബന്ധിച്ച ചില പദപ്രയോഗത്തിന്റെ പേരിൽ മഹത്തുക്കളെ സുന്നി വിരുദ്ധരാക്കി ഖുർആൻ പിഴച്ചതാണെന്ന് പ്രഖ്യാപിച്ചു. 18 ആൺ പെൺ വ്യത്യാസമില്ലാതെ കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കാൻ സദാവ് പരസ്യമായി ആഹ്വാനം ചെയ്തു. 19 ദർശന ചാനലിലൂടെ വെളിച്ചമാണ് സമൂഹത്തിന് കിട്ടുന്നതെന്ന് പ്രഖ്യാപിച്ച് സമസ്ത മാനേജർ സൂക്ഷ്മത ഉമ്മത്തിനെ പഠിപ്പിച്ചു. 20 സുപ്രഭാതത്തിലൂടെ നിഷിദ്ധ പരസ്യങ്ങൾ നൽകി ഉമ്മത്തിന്റെ സൂക്ഷ്മതയുടെ പാഠം വീണ്ടും പരിചയപ്പെടുത്തി. 21 ഷെയ്ഖ് ഞാൻ ഷെയ്ഖാണ് എന്ന് പറയുന്നത്, കുത്തുബാണ് എന്ന് പറയുന്നത് പ്രകടനപരതയാണ്, അതിനാൽ പാടില്ലെന്ന് പറഞ്ഞ് മഹത്തുക്കളെ അപകർഷിച്ചു. 22 എന്റെ കൈ പിടിച്ചാൽ രക്ഷപ്പെടുമെന്ന് പറയുന്നത് അഹങ്കാരമാണെന്ന് പറഞ്ഞ് പൂർവിക മഹത്തുക്കളെ തള്ളിക്കളഞ്ഞു. 23 വിലായത്തെടുക്കാൻ അധികാരമുണ്ടെന്ന് പറയുന്നത് ധിക്കാരമാണെന്ന് പറഞ്ഞ് ഗൗസുൽ ആലമിന് നേരെ കുതിര കയറി. 24 എതിർക്കുന്നവരെ പറ്റി പറയുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തു. 25 ചീത്ത പറഞ്ഞവർ നാവ് സൂക്ഷിക്കാത്തവരാണെന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവരെ അപകർഷിക്കുന്നു. 26 ലോകത്ത് പണ്ഡിതരുടെ തീരുമാനം തെളിവല്ലെന്ന് പറഞ്ഞ് സ്വയം പരിഹാസ്യരാകുകയും പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുകയും ചെയ്യുന്നു. തുടങ്ങി ഒട്ടനേകം കാരണങ്ങൾ സമസ്ത ഈ കാരണങ്ങൾ മുഴുക്കെ ഒരുപാട് കാരണങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 2-3-4 പരിപാടിയും കൂടി നിങ്ങൾ സംഘടിപ്പിക്കും. SYSന്റെ പേരിലായാലും കൊള്ളാം, SKSSFന്റെ പേരിലായാലും കൊള്ളാം, ജമിയത്തുൽ മുഅല്ലിമീന്റെ പേരിലായാൽ കൊള്ളാം, SMFന്റെ പേരിലായാൽ കൊള്ളാം, ഇനി വേറെ വല്ല സംഘടനയുടെ പേരിലായാലും നിങ്ങൾ വിശദീകരിച്ചാൽ, നിങ്ങൾ അന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് കൊണ്ട് ജനങ്ങൾ ധാരാളം വന്ന് കുത്തുബുസ്സമാനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരമുണ്ടാക്കി. അൽഹംദുലില്ലാഹ് ചില ധിക്കാരികളായ ഇസ്ലാമിക വിരുദ്ധ ലോബിയുടെ കൈകളിലൂടെ പലപ്പോഴും ഇസ്ലാം പ്രചരിപ്പിക്കപ്പെടും. അതാണ് ഇവിടെ ഉണ്ടായത്. ഇസ്ലാമിന്റെ ഒരു സ്വഭാവമുണ്ട്. ഇസ്ലാം വ്യക്തികളിലൂടെ അള്ളാഹുവിലേക്ക് എത്തുന്നതാണ്. വ്യക്തികളിലൂടെ